ലേഡീസിൻ്റെയും കുട്ടികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും പൊട്ടേറ്റോ ഫ്രൈഡ് റൈസ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് പകരം പൊട്ടേറ്റോ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസിനേക്കാളും ടേസ്റ്റാട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് തിന്നാക്കിയിട്ട് എടുക്കണ്ട, പെട്ടെന്ന് ഉടഞ്ഞു പോകും. പൊട്ടേറ്റോ ആണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തിക്നെസ്സിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട്ടിയിൽ വേണ്ട കേട്ടോ. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് നടുവിൽ. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും, നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി 1 ടീസ്പൂണിൽ കുറവ്, പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഒന്നും ഓവറാവേണ്ട മസാല, ഏകദേശം എല്ലാം പാകത്തിനെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ടുണ്ടെങ്കിൽ പിന്നെ മസാല കുത്ത് വരും. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അതിന് മുമ്പ് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഫ്രൈഡ് റൈസിലോട്ടുള്ള അരി ഒരുപാട് വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല. അതിലോട്ട് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അരി ഞാനൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ആവശ്യത്തിന് എടുക്കുക നിങ്ങൾ. അപ്പോൾ അത് വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കണം. പാകത്തിൻ്റെ ഒക്കെ നോക്കുക, അരിയുടെ വേവിൻ്റെ പാകമൊക്കെ നോക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പൊട്ടേറ്റോ അതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. വല്ലാണ്ട് കട്ടിയിലിടേണ്ട പൊട്ടേറ്റോ, കുറച്ചൊന്ന് പരത്തിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കൊടുക്കുമ്പം ലഞ്ച് ബോക്സ് ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്, നല്ലതുമാണ്. അപ്പം നെയ്യിലോട്ട് ആദ്യം ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻസ് ഒന്ന് ഏകദേശം വേവുന്ന സമയത്താണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സോയ സോസ്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. പിന്നെ ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർക്കുമ്പം ഒന്നുകൂടെ ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ സോയ സോസൊക്കെ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാകത്തിന് മാത്രം ചേർക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കുന്നതിന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയാണ്. അരി എങ്ങനെ വേവിക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. പിന്നെ ഇനി ആവശ്യത്തിന് അരിയിലോട്ട്, ചോറിലോട്ട് വേണമെങ്കിൽ കുറച്ച് സോയ സോസും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യ് നല്ല ഫ്ലേവറാണ് ലാസ്റ്റ് ചേർക്കുമ്പോൾ. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള പൊട്ടേറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ. ഈ പൊട്ടേറ്റോ ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉടയാണ്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടേറ്റോ ഫ്രൈഡ് റൈസ് റെഡിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഇത് സ്കൂൾ ലഞ്ച് ബോക്സിലോട്ടൊക്കെ നല്ല റെസിപ്പിയാണ്. ചിക്കനൊക്കെ എപ്പോഴും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കിട്ടണമെന്നില്ല. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചിക്കൻ കൊടുത്തയക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ പൊട്ടേറ്റോ വെച്ചിട്ട് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊട്ടേറ്റോ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്